مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ പകർത്തിയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. സംഭവ ബഹുലമായ ഒരു വർഷം 2024 ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മോട് വിട പറയുകയാണ്. ഒട്ടേറെ നല്ല സംഭവങ്ങളും ഒരുപാട് അനിഷ്ട സംഭവങ്ങൾക്കും ഈ കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് മനുഷ്യരെ, അതിലധികവും നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ ഇസ്രായേൽ ജൂത കുടിലത ഗസയിലും ലബനാനിലും വംശഹത്യ നടത്തിയ ഈ സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇസ്രായേൽ എന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല എന്ന് ലോകത്തിനു മുമ്പിൽ അവിടെ അതിനെ അതിജീവിച്ച വിശ്വാസി സഹോദരങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ സംഗതിയല്ല. ഇപ്പോൾ സിറിയയിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവരെ വലിയ ആളും പോലീസുമായി ചമഞ്ഞു നിന്നിരുന്ന UN-ഓ വെറും കടലാസ് സംഘടനയായി മാറി എന്നതാണ്. അല്ലാത്ത പക്ഷം അമേരിക്കക്കും ഇസ്രായേലിനും ഈ കൊടും ക്രൂരത ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മനുഷ്യരെ അടക്കി ഭരിച്ച കൊടും ക്രൂരനായിരുന്ന ഷിയ വിഭാഗത്തിലെ നുസൈരിയ എന്ന വിശ്വാസധാരയിൽ അടിയുറച്ചു പോന്ന ക്രൂരനായ ഭരണാധികാരി ബഷാറുൽ അസദിൻ്റെ ഭരണം അവസാനിച്ചു. അയാൾക്ക് റഷ്യയിൽ അഭയം തേടേണ്ടി വന്നു. സ്വജനപക്ഷപാതം മുഖമുദ്രയായി സ്വീകരിച്ച ബംഗ്ലാദേശ് പ്രസിഡന്റിനും അവസാനം ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു. ഈ 2024 മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചുകുലുക്കിയ വയനാട് ദുരന്തമരങ്ങേറിയത്.
മനുഷ്യകബന്ധങ്ങൾ ചാലിയാർ പുഴയിലൂടെ എല്ലാവർക്കും കാണത്തക്ക രൂപത്തിൽ ഒഴുകി നടന്നപ്പോൾ മനുഷ്യൻ്റെ ശാസ്ത്രാവബോധവും ശാസ്ത്രത്തിനുമേൽ മനുഷ്യൻ നേടിയ ശക്തിയും ജയവുമൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ വളരെ നിസ്സാരമാണെന്ന ഒരു തുറന്നു പറച്ചിൽ അതിലുണ്ട്. വിശ്വാസികൾക്ക് ഇതൊക്കെ ഗുണപാഠമാകണം. 2024 പാർലമെന്റ് ഇലക്ഷനിൽ വിചാരിച്ചതുപോലെ മുസ്ലിം വിരുദ്ധ ചേരിക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ദുശക്തികൾക്ക് വിജയിക്കാനായില്ല എന്ന് നമ്മൾ കണ്ടു. അല്പമൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണെങ്കിലും അവർ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ അഥവാ ന്യൂനപക്ഷ വേട്ട അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടനേകം മസ്ജിദുകൾ അവർ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയൊക്കെ വിശ്വാസപരമായി കരുത്താർജിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് ഇനിയും രക്ഷപ്പെടാനായിട്ടില്ല എന്നതിൻ്റെ കൃത്യമായ ഒരു തെളിവായിരുന്നു കാസർഗോഡ് ജില്ലയിലെ ജിന്നുമ്മയുടെ രംഗപ്രവേശം. 500 ചില്ലാനം പവൻ സ്വർണം കവർന്നു എന്ന് മാത്രമല്ല, ഇരയെ ക്രൂരമായി കൊല്ലുക പോലും ചെയ്തു. ആ ഒരു കൊലപാതകം മാത്രമല്ല, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നമ്മളുടെ നാട്ടിൽ നടക്കുന്നത് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. മനുഷ്യനെ കൊല്ലാതെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ തൗഹീദിന്റെ വെള്ളി വെളിച്ചം മനുഷ്യ മനസ്സിലേക്ക് പകർന്ന് മനുഷ്യരാശിയെ രക്ഷിക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനുണ്ട്. അങ്ങനെ കഴിഞ്ഞ കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് ഗതകാല സ്മരണകൾ നമ്മുടെ മനോമുകുരത്തിൽ മിന്നിമറയും. അവയൊക്കെ അഗണ്യ കോടിയിലേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യൻ അവൻ്റെ ഒരു സ്വതസിദ്ധമായ സംഗതിയുണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ മറക്കും, തന്നെത്താൻ മറക്കും. തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയും അവൻ മറക്കും. ഈ 25-നെ സ്വാഗതം ചെയ്യാൻ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങുമ്പോൾ അവൻ അറിയുന്നില്ല, ഞാനിതാ 24 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കൊല്ലം കൂടെ എൻ്റെ ജീവിതത്തിൻ്റെ പര്യവസാനത്തിലേക്ക് നടന്നടുക്കുകയാണ് എന്ന്. അല്പം ഒരു ചിന്ത ആവശ്യമുള്ള സംഗതിയാണിത്. എല്ലാ ഖുത്ബകളിലും ഈ കാര്യം ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവും പകലും മറ്റൊന്നല്ല മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൈലിൻ്റെ കവി അഹ്മദ് ഷൗഖി സൂചിപ്പിച്ചതുപോലെ ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ഓരോ മിടിപ്പും അവനോട് പറയുന്നത് ഇതാ നിന്റെ ജീവിതം സെക്കൻഡുകൾ മാത്രമാണ് ബാക്കി എന്നാണ്. വിശുദ്ധ ഖുർആനും ആ കാര്യം പറയാനാണ് ഖുർആനിൻ്റെ വലിയൊരു ഭാഗം ഉപയോഗപ്പെടുത്തിയത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഒരു പുതിയ വിഷയമല്ല, എന്നാൽ മറക്കേണ്ട വിഷയവുമല്ല. കൂടെ കൂടെ അവൻ ഓർത്തുകൊണ്ടിരിക്കണം, ഓരോ രാവിലും ഓരോ പകലിലും. അത് പറഞ്ഞുകൊണ്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്, അത് ഓർത്തുകൊണ്ടാണ് അവൻ തൻ്റെ ദിവസം സമാരംഭിക്കുന്നത്. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദമാ അമാത്തനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജീവിതത്തെയും മരണത്തെയും പരസ്പരം ബന്ധിപ്പിച്ച സംഗതി അവൻ ഓർക്കുന്നുണ്ട്. ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതാ റബ്ബേ എൻ്റെ ഈ ശരീരം ഇവിടെ വെക്കുന്നത് നിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എനിക്ക് ഇനി നാളെ പുലർച്ചെ എഴുന്നേൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉറക്കും മരണവും അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ഉറക്കത്തിൽ തന്നെ എൻ്റെ മരണം എൻ്റെ ആത്മാവിനെ നീ ഊരിയെടുക്കുകയാണെങ്കിൽ നാഥാ നിന്റെ
കരുണ ലഭിച്ച സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. അതല്ലെങ്കിൽ നല്ല ഒരു ജീവിതം എനിക്ക് നീ തിരിച്ചു തരണം. റബ്ബ് എന്താണോ കണക്കാക്കിയേ അതേ സംഭവിക്കൂ. ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റിയ ഒന്നല്ല ഈ സംഗതി ഒന്നും. ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് അതിൻ്റെ നേട്ടവും അവിടെ ഞങ്ങൾ സ്വർഗം പണിയുമെന്നും അതിൻ്റെ അപ്പുറത്തൊരു സ്വർഗമില്ല എന്നും ഒക്കെ വീരവാദം മുഴക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുന്നത് പോലും ഇപ്പോൾ വലിയ അരോചകമായി തോന്നിയിരിക്കുന്നു. എന്തിനാണ് ഈ മരിച്ചതിൻ്റെ ശേഷമുള്ള കാര്യം പറഞ്ഞ്? ജീവിച്ചിരിക്കണോൽക്കല്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടത്, അതുമാത്രല്ലേ പറയേണ്ടത് എന്ന് ചില രാഷ്ട്രീയക്കാരായ ആളുകൾ അത് അവരുടെ ഒരു പാർട്ടി ഇപ്പം ഇങ്ങനെ ഈ മുസ്ലിം ഉമ്മത്തിനോട് ലേശങ്ങനെ ഒരു അകലം കീപ്പ് ചെയ്യണം എന്നതിൻ്റെ പേരിൽ പറയാണ്. മറ്റേത് ഈ പരലോകത്തിന് മുമ്പുണ്ടായിട്ടല്ല. പക്ഷേ മുസ്ലിം ഉമ്മത്തിനെ ഇതുവരെ പറ്റിച്ചതുപോലെ നമുക്ക് പറ്റിക്കാൻ കിട്ടുന്നില്ല. എന്നാൽ ഇനി അവരൊന്നാണ്ട് അരിക്കാക്കിയിട്ട് ആ ഭൂരിപക്ഷ വർഗീയതയെ ഒന്ന് താലോലിച്ചു നോക്കാം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം അവർക്ക് പുച്ഛമായി തോന്നുന്നത്, പരലോകം അവർക്ക് പുച്ഛമായി തോന്നുന്നത്. ഇരിക്കട്ടെ, അത് മറ്റൊരു വിഷയം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ ഓർമ്മിപ്പിച്ച സംഗതി കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ആ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിലാണ് സത്യത്തിൽ മനുഷ്യൻ ഈ ദുനിയാവിൽ ചെയ്ത സർവ്വ നന്മകൾക്കുമുള്ള പ്രതിഫലം പൂർണ്ണമായി മനുഷ്യന് ലഭിക്കുക. അങ്ങനെ ഒരു ദിനത്തെക്കുറിച്ച്, നാളിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് ഉള്ള വിശ്വാസമാണ് വിശ്വാസിയെ വിശ്വാസിയാക്കി മാറ്റുന്നത്. എന്നാൽ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആർക്ക് നരകാഗ്നിയിൽ നിന്ന് തൻ്റെ ശരീരത്തെ അകറ്റി നിർത്താൻ കഴിയുന്നുവോ, അതുപോലെ തന്നെ ആർക്ക് സ്വർഗപ്രവേശം സാധിക്കുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് ആത്യന്തികമായി വിജയിച്ചവൻ. ദുനിയാവ് പരീക്ഷണത്തിൻ്റെ യുഗമാണ്, ലോകമാണ്. അവിടെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കും. അവിടെയൊക്കെ ഒരു വിശ്വാസിക്ക് സമാധാനിക്കാൻ, സമാശ്വസിക്കാൻ വകയുണ്ട്. ഇതല്ല യഥാർത്ഥ ജീവിതം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഐഹിക ജീവിതമെന്ന തിരിച്ചറിവ് ജീവിതത്തിൽ ഒരിടത്തും വിശ്വാസി കൈവിടാൻ പാടില്ല. ബഗ്ദാദിന്റെ തെരുവീതിയിലൂടെ ശൃംഗാരകാവ്യങ്ങൾ ചൊല്ലിക്കൊണ്ട് നടന്നിരുന്ന ഒരു കവി ഇസ്ലാമിൽ ആകൃഷ്ടനായി. അദ്ദേഹം പിന്നെ ഇസ്ലാമിനു വേണ്ടി, ഈമാനിനു വേണ്ടി, തഖ്വ വർദ്ധിപ്പിക്കാൻ വേണ്ടി, പരലോകത്തെ ഉണർത്താൻ വേണ്ടി ഒക്കെ കവിതകൾ രചിച്ചു. ആ മഹാനായ കവിയാണ് അബുൽ അത്താഹിയ. അദ്ദേഹം പറയുന്നുണ്ട്, അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു ഫലൈത ശിഅരി ബഅദൽ ബാബി മദ്ദാറു. മനുഷ്യ മഹാസഞ്ചയത്തിന് ഈ ദുനിയാവ് വിട്ടിട്ട് പരലോകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു കവാടമാണ് യഥാർത്ഥത്തിൽ മരണമെന്നത്. വകുല്ലുന്നാസി ദാഖിലുഹു, ഏത് വലിയവനും ചെറിയവനും അതിലൂടെ പ്രവേശിക്കേണ്ടതുണ്ട്. ഫലൈത ശിഅരി ബഅദൽ ബാബി മദ്ദാറു, ആ മരണാനന്തരം ഏതൊരു വീട്ടിലേക്കാണ് എനിക്ക് കയറാൻ പറ്റുക എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അദ്ദാറു ജന്നത്തു ഖുൽദിൻ ഇൻ അമിൽത ബിഹാ യുർദിൽ ഇലാഹ വഇൻ ഖസ്വർത ഫന്നാറു. എന്നാൽ സ്വർഗമാകുന്ന ഭവനം അത് ശാശ്വത ഭവനമാണ്. ഇൻ അമിൽത ബിഹാ ബിമാ യുർദിൽ ഇലാഹ, റഹ്മാനായ റബ്ബിനെ
തൻ്റെ ആരാധ്യനായ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ആ സ്വർഗം കരഗതമാകാനുള്ള പ്രവൃത്തിയാണ് നീ ചെയ്തിട്ടുള്ളതെങ്കിൽ നിനക്ക് ആ മരണാനന്തരം സ്വർഗമാകുന്ന ശാശ്വത ഭവനമാണ് ലഭിക്കുക. അതേസമയത്ത് അതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം നീ നരകത്തിൻ്റെ അഗ്നിയാവുകയാണ് ചെയ്യുക. ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്ഷണികമായ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ഒരു വിശ്വാസിക്ക് മതം നൽകേണ്ടതുണ്ട്. പരലോകത്തെത്തുമ്പോൾ ആ ക്ഷണികത അവന് അനുഭവപ്പെടുന്ന ഖാലകം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, അല്ലാഹുവിൻ്റെ ഒരു ചോദ്യം, അല്ല ഭൂമിയിൽ എത്ര നിങ്ങൾ ജീവിച്ചത്? ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദ്ദീൻ. അവരുടെ മറുപടി എന്താണെന്നറിയോ? യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അല്പ ദിവസം, ഇത്രേ ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളൂ. കാരണം മനുഷ്യന് അവിടുത്തെ ഭയവിഹ്വലതകൾ കാണുമ്പോൾ, നരകസ്വർഗങ്ങൾ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടി തോന്നുമ്പോൾ, ആ വിചാരണ നാളിൽ അവന് ദുനിയാവിൽ ജീവിച്ച ഈ 60 കൊല്ലവും 70 കൊല്ലവും 90 കൊല്ലമൊക്കെ ഉണ്ടല്ലോ, വളരെ കുറഞ്ഞ ഒരു കാലയളവായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ മറുപടി, ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇത് ഒരു ദിവസമോ അല്പ ദിവസമോ ഒക്കെ ആയിട്ടാണ്. ഫസ്അലിൽ ആദീൻ, അള്ളാഹുവെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയണില്ല. അതേക്കുറിച്ച് കൃത്യമായിട്ട് കണക്ക് കൂട്ടി പഠിച്ചവരോട് ചോദിക്കാവും നല്ലത്. ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയ പാകത്തിലല്ല. قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون. ശരിയാണ്, നിങ്ങളുടെ ആ ഒരു ഗസ്സായിട്ടുള്ള പറച്ചിലുണ്ടല്ലോ, ഊഹിച്ചിട്ടുള്ള പറച്ചില്, കുറച്ചെന്നെ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ നമ്മൾ നടത്തിയാൽ ഈ ദുനിയാവ് എന്ന് പറയുന്നത് ക്ഷണികമാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ലോകത്ത് വലിയ പടയോട്ടവും അധിനിവേശവും വിജയവുമൊക്കെ വരിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കേൾക്കാനും വായിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അദ്ദേഹം ആ പടയോട്ടത്തിനിടക്ക് രോഗിയായ അമ്മയെപ്പോലും ചെന്ന് കാണാൻ സമയം കിട്ടാത്ത അത്രക്ക് വലിയ ദിഗ്വിജയങ്ങൾ കരസ്ഥമാക്കി. 20-ാം വയസ്സിലാണ് അച്ഛൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭരണം വരുന്നത്. അങ്ങനെ വലിയ പടയോട്ടങ്ങൾ നടത്തി വിജയം വരിച്ചപ്പോൾ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് അമ്മയെ കാണാൻ അവസരം ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ഭിഷഗ്വരന്മാർ നൽകിയ മരുന്ന് വേണ്ടത്ര ഫലിച്ചതുമില്ല. ഖജനാവ് നിറയെ സ്വർണവും രത്നവും പവിഴവും കൊണ്ട് നിറച്ചിരുന്നു. അദ്ദേഹം 3 ഉപദേശം ആ മരണവേളയിൽ തന്നെ പരിചരിക്കുന്ന ആളുകൾക്ക് കൊടുത്തു. ഒന്ന്, ഞാൻ സ്വരുക്കൂട്ടി വെച്ച എൻ്റെ ആ ഖജനാവിലെ മുത്തും രത്നവും ആഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ നിങ്ങൾ എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിക്ക് ഇങ്ങനെ ഇടണം. ആൾക്കാർ അതിലൂടെ നടന്നു പോട്ടെ. ഞാൻ ഒരുക്കൂട്ടി വെച്ചതിൻ്റെ ആ നിസ്സാരത ജനങ്ങളൊന്ന് അറിയട്ടെ. ഭിഷഗ്വരന്മാർ തന്നെ, എന്നെ ചികിത്സിച്ച വൈദ്യന്മാർ തന്നെ എൻ്റെ ശവമഞ്ചം പിടിക്കണം. സഹായത്തിന് അവർ എനിക്ക് നൽകിയ മരുന്നിൻ്റെ ചഷകങ്ങളും കുപ്പികളും അവർ കയ്യിൽ ഉയർത്തിപ്പിടിക്കണം. എന്നിട്ട് നിങ്ങൾ നൽകിയ മരുന്നൊന്നും ഒരു ജീവൻ രക്ഷിക്കാൻ പര്യാപ്തമല്ല എന്ന തിരിച്ചറിവ് അത് കാണുന്ന മനുഷ്യർക്കുണ്ടാകട്ടെ. 3ാമതൊരു ഉപദേശം കൂടെ അദ്ദേഹം പറഞ്ഞു. അതെന്താണെന്നറിയോ? എൻ്റെ 2 കൈയും എൻ്റെ ശവമഞ്ചത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലേക്കും നിങ്ങൾ തൂക്കിയിടണം. അത് കെട്ടിവെച്ചിട്ട് നല്ല സുന്ദരമായ പട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ എൻ്റെ കൈകൾ മറച്ചു വെക്കാൻ പാടില്ല. ഇത്രയും വലിയ ദിഗ്വിജയങ്ങളൊക്കെ നേടിയ എനിക്ക് യാതൊന്നും ഈ ദുനിയാവിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ലോകം തിരിച്ചറിയട്ടെ.
ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയോട് ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ എന്തെല്ലാം അത്യധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ക്ഷണികമാണ്, നശ്വരമാണ്. ആ പരലോകത്ത് കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയ ഔ ളുഹാഹാ. ആ അന്ത്യനാളിനെ, ഉയിർത്തെഴുന്നേൽപ്പ് ദിവസത്തെ അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതത്തിലോ അല്ലാതെ അവർ ഈ ജീവിതത്തിൽ കഴിച്ചുകൂട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ തന്നെ ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുമൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച ഒരു കഥയുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ സദാസമയത്തും അവരുടെ ആ ജീവിതത്തിന് മൂല്യം കൽപ്പിക്കേണ്ട ആവശ്യകത പഠിപ്പിച്ചിട്ട് ആ കഥ അവർ വിവരിക്കുന്നുണ്ട്. ഒരു ഐസ് വിൽപ്പനക്കാരൻ്റെ കഥയാണത്. അവർ പറയുന്നത് ഈ ഉല്ലാസറിൻ്റെ ആശയം മൊത്തം പെട്ടെന്ന് മനസ്സിലേക്ക് കയറുന്ന ഒരു ചരിത്രമായിപ്പോയി ഇത്, അല്ലെങ്കിൽ കഥയായിപ്പോയി. അതെന്താണ്, ഒരാള് കൊടും ചൂടിൽ ആ ഐസ് വിൽക്കാൻ വേണ്ടി ആ ഐസ് തലയിലും വെച്ച് നടക്കുക. ഇന്നത്തെ പോലെ ഐസ് ഉരുകാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഐസിന്റെ കട്ട അയാള് കയ്യിലൊരു കുട്ടയിൽ വെച്ച് അത് തലയിൽ വഹിച്ചുകൊണ്ടാണ് അയാൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു കാര്യം ആളുകളോട് പറയുന്നുണ്ട്, ഇർഹമു യാ അയ്യുഹന്നാസ് ഇർഹമു, വിശ്വാസികളെ, പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അല്പം ഒരു കരുണ എന്നോട് കാണിക്കേണ്ടതുണ്ട്. എന്താണ് കരുണ എന്ന് പറയുന്നത്? ഈ ഞാൻ എൻ്റെ തലയിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഐസിൻ്റെ കട്ടുണ്ടല്ലോ, അതിങ്ങനെ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആളുകൾ വാങ്ങി സഹായിച്ചിട്ടില്ലെങ്കിൽ അയാൾ പറയുന്നത് ഇതാണ്, ഇർഹമു മൻ യദൂബു റഅ്സമാലി, എൻ്റെ മൂലധനം മുഴുവൻ എന്താ ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരെ, നിങ്ങളുടെ ഒരു കരുണ ആവശ്യമുണ്ട്. ആവശ്യക്കാരൊക്കെ എന്ത് ചെയ്യണം? ഇതൊന്ന് വാങ്ങി സഹായിക്കണം. ഈ ഇർഹമു മൻ യദൂബു റഅ്സമാലിഹി എന്ന പ്രയോഗം മനുഷ്യ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടതാ. അത് ഓരോ നിമിഷവും ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. ആ ഒരു ബോധമാണ് ഒരു പുതുവത്സര ആഘോഷത്തിൻ്റെ മുമ്പിലും സത്യവിശ്വാസിക്കുണ്ടാകേണ്ടത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ യഥാവിധി ചിലവഴിക്കുന്ന, അവൻ്റെ ഓരോ നിമിഷവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഗാബുനിലെ 9-ാമത്തെ സൂക്തം ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യമഹാസഞ്ചയത്തെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം. ദാലിക യൗമുത് തഗാബുൻ, അത് വലിയ ദുഃഖം, ആ നഷ്ടം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ദിവസമാണത്. കച്ചവടക്കാര് ആണ്ടിലൊരിക്കൽ തൻ്റെ കച്ചവട ലാഭ നഷ്ടങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതേമാതിരി ദുനിയാവിൽ ചെയ്ത അമലുകൾക്കുള്ള ആ
ലാഭനഷ്ടങ്ങൾ കണക്കൂട്ടുമ്പോൾ അവിടെ ശരിയായ രൂപത്തിലല്ലെങ്കിൽ അയാൾ ഖേദത്തിനിടയാകും. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുകഫിർ അൻഹു സയ്യിആതി. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സ്വാലിഹായ അമലുകൾ ചെയ്യാൻ ഒരാൾ സമയം കണ്ടെത്തിയാൽ അവൻ്റെ പാപങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ അവന് മാപ്പാക്കി കൊടുക്കും. വയുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അവനെ താഴ്ഭാഗത്തുകൂടി ആരാമങ്ങൾ ഒഴുകുന്ന അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളിൽ അവന് ശാശ്വത വാസം നൽകും. ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അലീം. അതാണ് മഹത്തായ വിജയം. അതുകൊണ്ട് ആ വിജയത്തിന് വേണ്ടി പണിയെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നഷ്ടപ്പെട്ട ഒരു വർഷം നമുക്കിനി ഒരിക്കലും തിരിച്ചു വരാനില്ല എന്ന ബോധം നമുക്ക് വേണം. യഗ്തനിം ഹംസൻ ഖബല ഹംസ്. 5 കാര്യങ്ങൾ വന്നെത്തുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ നേടിയെടുക്കാൻ ശ്രമിക്കണം. ശബാബക ഖബല ഹറമിക്. വാർദ്ധക്യം വന്ന് നീ അനങ്ങാൻ പറ്റാതെ ആ ശയ്യാവലംബനായി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അപ്പം എനിക്ക് ഒരുപാട് നല്ല കാര്യം ചെയ്യാനുള്ള ആഗ്രഹം വരും. പക്ഷേ അത് നീ ചെയ്യേണ്ടത് നിന്റെ യുവത്വം കളിയാടുന്ന സന്ദർഭത്തിലാണ്. നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാൻ നീ സമയം കണ്ടെത്തണം. നീ ജോലി തിരക്കിൽപ്പെടുന്നതിന് മുമ്പ് അല്പം ഒരു സമയം കിട്ടിയാൽ നീ ആ സമയം, ആ ഒഴിവു സമയം വിനിയോഗിക്കണം. എന്നും നീ ധനവാനായി നിലനിന്നുകൊള്ളണമെന്നില്ല. അവരൊറ്റ ഹൈവേ വന്നപ്പോൾ നമ്മൾ കണ്ടു അതിലൂടെ പോകുന്ന ആൾക്കാരുടെ ഒരവസ്ഥ. എത്ര നല്ല കച്ചവടങ്ങൾ നടത്തിയ ലക്ഷങ്ങളുടെ ബിസിനസ്സുള്ള ആളുകളാണ് പാപ്പരായിപ്പോയത്. ആ ഏരിയ ഒന്നായിട്ട് കാണാനില്ലാത്തൊരവസ്ഥ. വികസനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും ഓരോ മനുഷ്യന്മാരെ ഓരോ കാര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കുങ്ങൾ. സ്വന്തം വണ്ടി നിർത്തിയിട്ട് നല്ല തമാശ പറഞ്ഞ് നടക്കുന്ന ഒരാൾ, അയാൾ നിർത്തിയിട്ട വണ്ടി തന്നെ അയാളുടെ മേലേക്ക് വന്നിട്ട് അയാൾ ഒരു വലിയ അപകടത്തിൽപ്പെടുകയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം മറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആരോഗ്യം, നമ്മുടെ ഈ ധനപരമായ ശേഷി എന്നൊക്കെ പറയുന്നത് എന്നും നിലനിൽക്കുന്ന ഒന്നല്ല എന്ന കൃത്യമായ ബോധം നമുക്ക് വേണം. പരമോപരി എന്താണ്? വഹയാതക ഖബല മൗതിക്. നിന്റെ മരണത്തിനു മുമ്പ് ഈ ജീവിതം നീ വേണ്ട മാതിരി ഉപയോഗപ്പെടുത്തണം. ആരാണ് പ്രവാചകരെ സമർത്ഥൻ എന്ന ചോദ്യത്തിന് 2 എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു രൂപത്തിലല്ല അള്ളാന്റെ റസൂലിന്റെ മറുപടി. അക്സറുഹും ലിൽ മൗതി ദിക്റ. അധികമായും മരണത്തെ ഓർക്കുന്ന മനുഷ്യൻ. വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ. ആ മരണാനന്തര ജീവിതത്തിനു വേണ്ടി മുന്നൊരുക്കം നടത്തുന്നവൻ. ഉലൈകൽ അഖിയാസ്. അവരെത്രേ സമർത്ഥർ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇമാം അൽബാനി സ്വഹീഹാക്കിയ ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ ചിലപ്പോൾ നമസ്കരിക്കാൻ നിൽക്കുന്ന ആളുകളോട് പറയാറുണ്ട്, ഇദാ കുംത ഫീ സ്വലാത്തിക ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ. അവസാനമായി ഇതാ എൻ്റെ നിസ്കാരം ഇവിടെ നിർവഹിക്കുന്നു എന്ന തോന്നലോടെ വേണം നീ നിസ്കരിക്കാൻ നിൽക്കാൻ. അത് വല്ലാത്തൊരു ഉത്ബോധനാണ്. അടുത്ത അസ്ർ വക്തിന് ഞാനിവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഈ ജുമായോട് കൂടി ഒരു പക്ഷേ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് വരാം. അതുകൊണ്ട് അതാണ് നിസ്കാരത്തിൽ നമ്മളെ ഭരിക്കേണ്ട ഒരു ചിന്ത. അറബികളൊക്കെ ചിലപ്പോൾ നമ്മുടെ പള്ളികളിൽ പറയാറുണ്ട്, സുഫൂഫക്കും എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയും സല്ലൂ സ്വലാത്ത മുവദ്ദിഇൻ.
അവസാനമായി ദുനിയാവിനോട് യാത്ര ചോദിക്കുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചോളൂ. അസർ നമുക്ക് നിസ്കരിച്ചാൻ കഴിഞ്ഞോളന്നില്ല. നമ്മളുടെ മേൽ ഒരുപക്ഷെ ആ സമയത്ത് മയ്യത്ത് നമസ്കാരമായിരിക്കാം നടക്കുക. ആ ഒരു ചിന്ത ഉണ്ടാകണമെന്നർത്ഥം. അതിനുവേണ്ടിയാണ് ഖബർ സിയാറത്ത് സുന്നത്തായി കൽപ്പിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ജീവിതത്തിന്റെ മുഴുമേഖലയിലും ഈ ചിന്ത നമ്മെ കൈവിടാതെ ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മെ നന്മയിലേക്ക് നയിക്കേണ്ടതുണ്ട്. പരലോകത്തെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ നന്മയിലൂന്നിയ ഒരു ജീവിതം നയിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നെല്ലാം അള്ളാഹു മുക്തിയും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബദ് ദഅവാതി വയാ ഖാളിയൽ ഹാജാത്ത്. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين.